ഹൃദയ മലയാളത്തിന്റെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാത്തിരുന്ന നെറ്റ് പരീക്ഷ കഴിഞ്ഞു. ആൻസർ കീക്ക് വേണ്ടി കാത്തിരുന്നു. ഇന്ന് രാവിലെ പ്രൊവിഷണൽ ആൻസർ കീയും വന്നു. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പ്രൊവിഷണൽ ആൻസർ കീ വന്നു. ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങളും ഉത്തരവുമാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും സന്തോഷത്തോടു കൂടി ഇതിന്റെ മറ്റു കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി ദേവിക ടീച്ചറോട് ക്ഷണിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ ദീപ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ വളരെയധികം അഭിമാനത്തോടെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് ഏപ്രിൽ 11 ആയിരുന്നു. ഏകദേശം ആ സമയത്ത് തന്നെ നമ്മൾ പാരലായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചു. പിന്നീട് യൂട്യൂബ് ചാനലല്ല, ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആരംഭിച്ചു. അതിന്റെ കൂടെ തന്നെ നമ്മൾ അതിനുശേഷം പ്രീമിയം ഗ്രൂപ്പ് ആക്കി. അപ്പോഴും നമ്മൾ ഈ ആദ്യത്തെ ഗ്രൂപ്പിലും പ്രീമിയം ഗ്രൂപ്പിലും ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നൽകി. അതിന്റെ കൂടെ മാരത്തോൺ നമ്മള് നെറ്റ് എക്സാം അടുത്ത ആ സമയത്ത് 4 ദിവസങ്ങളില് അടുപ്പിച്ച് രാത്രി ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ നീളുന്ന 4 ക്ലാസ്സുകളും എടുത്തു. കുറെ PYQ നമ്മൾ എവിടെയൊക്കെയോ ആയി നമ്മുടെ യൂട്യൂബ് ചാനലിലും നമ്മുടെ ഗ്രൂപ്പിലും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നാണ് നമുക്ക് ആ റെസ്പോൺസ് ഷീറ്റ് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കറക്റ്റ് കയ്യിൽ കിട്ടിയത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു ശതമാനം ചോദ്യം നമ്മൾ പഠിപ്പിച്ച ഈ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട്. നമ്മള് ഇത്രയും കുറഞ്ഞ കാലയളവ് വളരെ ഏപ്രിൽ 11 നമ്മൾ തുടങ്ങി. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. എനിക്കൊന്ന് ജൂൺ 24 25 ആ സമയത്തായിരുന്നു മലയാളം നെറ്റ് പരീക്ഷ വന്നത്. ആ സമയം വരെ തന്നെ കവർ ചെയ്ത ഭാഗത്ത് നിന്ന് നല്ലൊരു ശതമാനം ചോദ്യങ്ങൾ, എനിക്കൊന്ന് വളരെ കുറവ് ചോദ്യങ്ങളെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഭാഗങ്ങളിൽ നിന്ന് ഉള്ളൂ എന്ന് തോന്നിയിട്ടുണ്ട്. 4 ദിവസം നമ്മൾ കൊടുത്ത പ്രീമിയം ഗ്രൂപ്പിൽ കൊടുത്ത ക്ലാസ്സുകൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 4 ദിവസം അല്ലെ 4 മണിക്കൂർ അല്ലേ ടീച്ചർ? 4 മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ 25 ചോദ്യങ്ങൾ കുറഞ്ഞത് ആ ഒരു ക്ലാസ്സിൽ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആ പ്രീമിയം ഗ്രൂപ്പിൽ അംഗമായവർക്ക്, ക്ലാസ് കേട്ടവർക്ക് കൃത്യമായിട്ട് അത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതെ. അപ്പൊ ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ച് സന്തോഷം അറിയിച്ചിരുന്നു. സ്ഥിരം വീഡിയോസ് കാണുന്നവര്, ഗ്രൂപ്പിലെ അംഗങ്ങളായിട്ടുള്ളവര് നമ്മളെ വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ ഈ കാര്യങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ വന്നു. റെയർ ആയിട്ടില്ല, കുറുമൂർ പള്ളിയൊക്കെ പരാമർശിക്കുന്ന ആ ചോദ്യമൊക്കെ വന്നിരുന്നു. വേറെ എവിടുന്നും അത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് ആ റെസ്പോൺസ് ഷീറ്റ് കണ്ട സമയത്താണ് ശരിക്കും നമുക്ക് തന്നെ മനസ്സിലാവുന്നത്. ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ചോദ്യങ്ങളായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഞങ്ങൾക്കും മനസ്സിലാവുന്നത് അപ്പൊ തന്നെയാണ് ഈ ഒരു പ്രൊവിഷണൽ ആൻസർ കീ വന്നപ്പോ തന്നെയാണ്. മാത്രമല്ല നമ്മൾ 6 മാസമൊന്നും എടുത്തില്ല, വളരെ 1-2 മാസത്തിനുള്ളിൽ നമ്മൾ കവർ ചെയ്ത കാര്യങ്ങളാണ്. ഷോർട്സ് ആയിട്ടും നമ്മള് യൂട്യൂബ് വീഡിയോ ആയിട്ടും ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻസ് ആയിട്ടും തന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ചില ക്വസ്റ്റ്യൻ നമ്മള് ഈ നെറ്റ് ഇനിയിപ്പോ അടുത്ത നെറ്റ് കോച്ചിങ് നമ്മള് ഇന്ന് തന്നെ അല്ലെ, ഇന്ന് ആരംഭിക്കുന്നല്ലേ? അപ്പൊ നമ്മള് ഫോക്കസ് ചെയ്യുന്നതും എങ്ങനെയാണ്, ഈ രീതിയിൽ പരീക്ഷയിൽ എന്താണ് ചോദിക്കുന്നത് അതിന്റെ അടിസ്ഥാനമാക്കി നെറ്റിന്റെ സിലബസ് വെച്ച് ഒരു ബേസ് ഉണ്ടാക്കി അതുമായി ബന്ധപ്പെടുത്തിയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഒരു നെറ്റ് വാങ്ങിക്കാൻ നിങ്ങൾക്ക് ദീർഘകാലയളവിൽ വലിയ രീതിയിൽ പഠിച്ച് കോച്ചിങ് നേടണ്ട. അതിൻ്റെ ആ ഒരു ചോദ്യത്തിൻ്റെ ഘടന, നെറ്റിൻ്റെ ആ ഒരു ട്രെൻഡിനനുസരിച്ച് നമ്മളെ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ അനായാസം നമുക്ക് നെറ്റ് കൈക്കലാക്കാൻ സാധിക്കും അല്ലേ ടീച്ചർ? നമ്മൾ ഈ എല്ലാ സാഹിത്യചരിത്രങ്ങളും വായിച്ച് എല്ലാം പഠിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാത്ത തരത്തിലാണ് പലപ്പോഴും പലർക്കും നെറ്റും JRF ഒക്കെ മിസ്സാവുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്തത് വരാൻ സാധ്യതയുള്ള മുന്നേ ചോദിച്ചിട്ടുള്ള മേഖലകളാണ് നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് തന്നെയാണ് നമ്മൾ നമ്മുടെ കോച്ചിങ്ങിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് വളരെ കുറവ് സമയത്തിനുള്ളിൽ ഏറ്റവും മാക്സിമം ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരം ചെയ്യാൻ നിങ്ങളെ പര്യാപ്തരാക്കുക എന്നതാണ് നെറ്റിന്റെ. എനിക്ക് തോന്നുന്നു ആ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളിലേക്ക് നെറ്റിന്റെ പരീക്ഷ വന്നപ്പോ മുതലുള്ള ചോദ്യങ്ങൾ അല്ലെ, അത് നമ്മള് പരമാവധി അത്ര പഴയ ചോദ്യങ്ങൾ അടക്കം റെഫർ ചെയ്തിട്ടാണ് ഞങ്ങൾ മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ക്ലാസ്സുകളിലൊക്കെ ഓരോരോ കാര്യങ്ങൾ, ഓരോരോ വിവരങ്ങൾ ക്രമീകരിച്ച് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റും, ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ പരിശോധിച്ചപ്പം എങ്ങനെയാണ് നെറ്റ് ഒരു കാര്യത്തെ, ഒരു വസ്തുതയെ എങ്ങനെയാണ് ചോദ്യ രൂപത്തിലേക്ക് എത്തുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അത് നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കുമെന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു
ആൻസർ കീ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇന്ന് ആ ക്വസ്റ്റ്യൻസ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത ചില ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്താൻ നമുക്ക് പറ്റണമെന്നില്ല, അത്രയും ചോദ്യങ്ങളുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ അതിന്റെ ആൻസറും കൂടി അടക്കം അവതരിപ്പിക്കുകയാണ്. അപ്പോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഇതിന്റെ ചോദ്യ ഉത്തരവും കൂടി അവര് എഴുതിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യ ചോദ്യം, പച്ച മലയാള കൃതികൾ. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ദീപ ടീച്ചറെ? കുറഞ്ഞതൊരു 3-4 പ്രാവശ്യമെങ്കിലും ഈ ഒരു പച്ചമലയാള കൃതികളുമായി ബന്ധപ്പെട്ട് നമ്മൾ വാട്സപ്പിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും, യൂട്യൂബിൽ ക്ലാസ് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രീവിയസ് ഇട്ടിട്ടുണ്ട് അല്ലെ. പ്രീവിയസ് നമ്മൾ ഇങ്ങനെയുള്ള പച്ചമലയാള കൃതികളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ധാരാളം ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ അതേ കൃതികൾ തന്നെയാണ് വന്നത്. നമ്മൾ ഒരുപാട് പച്ചമലയാള കൃതികൾ കൊടുത്തിട്ട് തിരഞ്ഞെടുക്കാനല്ല നമ്മൾ പറഞ്ഞത്. നമ്മൾ പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ പറഞ്ഞ പച്ചമലയാള കൃതികൾ തന്നെയാണ് വന്നത്. കല്യാണിക്കുട്ടി, നല്ല ഭാഷ, ഒരു കഥ, തങ്കമ്മ, പാക്കനാർ. ഇതിൽ 3 പച്ചമലയാള കൃതികൾ. അതായത് BDE, നല്ല ഭാഷ, തങ്കമ്മ, പാക്കനാർ, 3 നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. അതിൽ ഓപ്ഷൻ 4 ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. എനിക്കൊന്ന് നമ്മളെ ക്ലാസ് കണ്ടവർക്കെല്ലാം ഈ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും, എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. കാരണം ഒരു സംശയം വരാത്ത രീതിയിൽ ഈ ഒരു ചോദ്യം പച്ചമലയാള കൃതികളെ കുറിച്ചിട്ട് ആവർത്തിച്ചിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് 1-2 തവണ കേട്ടവർക്ക് തന്നെ കൃത്യമായിട്ട് ഒരു സംശയം ഇല്ലാണ്ട് ഉത്തരം എഴുതാൻ പറ്റും. കാരണം നമ്മൾ ഒരു കാര്യം പഠിച്ചു ഉറപ്പിക്കാത്തതാണ് പല സംശയങ്ങൾക്കും വഴിയൊരുക്കുന്നത്. ഇത് കൃത്യമായി കേട്ടിട്ടുള്ളവർക്ക് ഒരു സംശയവും വേണ്ട. അതിൽ ചില ആൾക്കാർക്ക് അല്ലെങ്കിൽ അയ്യോ കല്യാണിക്കുട്ടിയാണോ അല്ലെങ്കിൽ ഒരു നല്ല കഥ ഉണ്ടോ അങ്ങനെ ഒരു സംശയം വരും. അങ്ങനെ ഒരു സംശയം വരാത്ത രീതിയിൽ ഇത് പച്ചമലയാള കൃതിയാണ് എന്ന് ഉറപ്പിച്ച് നിങ്ങളെ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ അടുത്തതിലേക്ക് കടന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം പച്ചമലയാള കൃതി എന്നുള്ളതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം ടീച്ചറെ. പ്രസിദ്ധീകരണ വർഷമനുസരിച്ച് ആത്മകഥകളുടെ പൂർവോത്തരക്രമം: കഴിഞ്ഞ കാലം, എതിര്, എന്റെ നാടുകടത്തൽ, അടിമമക്ക, കവിയുടെ കാൽപ്പാടുകൾ. ഇതില് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ 1 അല്ലെ. അപ്പം ഇതിനെ കുറിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഓരോരോ ചോദ്യം കാണുമ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര ആവേശവും സന്തോഷവും ഉണ്ട്. ഇതൊക്കെ നമ്മള് പറഞ്ഞിട്ടുള്ളതാണ് ക്ലാസ്സിൽ. അതും വർഷം അല്ലെ ടീച്ചറെ, വർഷമടക്കം നമ്മള് മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കി വർഷമടക്കം പറഞ്ഞ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതില് ഏറ്റവും ആദ്യത്തെ ആത്മകഥ എന്ന് പറയുന്നത് ഏതാണ്? അതും വർഷ അടക്കം നമ്മൾ ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ മുൻകാല പരീക്ഷയിൽ വന്നിട്ടുള്ള കഴിഞ്ഞ കാലം, കവിയുടെ കാൽപ്പാടുകൾ എന്നീ ആത്മകഥകളെ കുറിച്ചിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വർഷം അടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏകദേശം ആ ഒരു ക്ലാസ് അങ്ങനെയുള്ള മുൻകാല ചോദ്യങ്ങളൊക്കെ പരിചയപ്പെട്ടുള്ളവർക്ക് ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് ഉത്തരം ഏറ്റവും എളുപ്പത്തിൽ തന്നെ കിട്ടും. ഓപ്ഷൻ 1 CAEBD. അതായത് എന്റെ നാടുകടത്തൽ, A കഴിഞ്ഞ കാലം, E കവിയുടെ കാൽപ്പാടുകൾ, B എതിര് ആൻഡ് D അടിമമക്ക. ശരിക്കും എനിക്ക് തോന്നുന്നു വർഷം പഠിക്കാൻ പൊതുവെ നമുക്ക് ലേശം മടിയാണ്. പക്ഷെ നമ്മളെ ക്ലാസ്സിൽ നമ്മൾ വളരെ കുറച്ച് കൃതികളുടെ വർഷം മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. എല്ലാ കൃതികളുടെയും വർഷം നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ മുമ്പോട്ട് ഉള്ള ചോദ്യങ്ങളൊക്കെ പരിചയപ്പെടുമ്പോൾ മനസ്സിലാവും നമ്മൾ വളരെ കുറച്ച് കൃതികൾ അതിന്റെ വർഷം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെല്ലാം വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ ടീച്ചറെ? ചേരുംപടി ചേർക്കുക. ഒരു ഭാഗത്ത് അംബരീഷോപാഖ്യാനം, ഉണ്ണിയച്ചി ചരിതം, ആശ്ചര്യ ചൂടാമണി, രുക്മിണി സ്വയംവരം. രണ്ടാമത്തെ വശത്ത് എന്തുണ്ട്? നാടകം, തുള്ളൽ, ചമ്പു, ഭാഷാഗദ്യം. ഇതില് നിങ്ങൾക്ക് നെറ്റ് കിട്ടണമെങ്കിൽ ഇതുപോലുള്ള ചോദ്യങ്ങളെല്ലാം ഒന്ന് കടന്നു പോയാൽ മതി. ജസ്റ്റ് ഒന്ന് വായിച്ചു പോയി കഴിഞ്ഞാല് അനായാസമായിട്ട് ഇങ്ങനത്തെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും. നമ്മളിത് എത്രയോ തവണ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് മാത്രമാണ് ചോദ്യം. പക്ഷെ നമ്മള് പല കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതുണ്ട്. എങ്ങനെ വന്നാലും ഇവർക്ക് ഉത്തരം എഴുതാൻ പറ്റണം. ടീച്ചർക്ക് ഓർമ്മയുണ്ടോ നമ്മള് പ്രീമിയത്തിന്റെ ക്ലാസ്സിൽ വെറുതെ ഞാൻ റിവിഷൻ ചെയ്ത സമയത്ത് അംബരീഷ് ശോഭാഖ്യാനത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതുപോലെ അംബരീഷ് ശോഭാഖ്യാനത്തിൽ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഏതാണ്? ഭാഷാഗദ്യമാണ്.
അതേപോലെ ഉണ്ണിയച്ചി ചരിതം, ചമ്പു. നമ്മള് ഒരുപാട് തവണ പല ഭാഗത്തു നിന്നും പറഞ്ഞാണ്. ആശ്ചര്യ ചൂടാമണി നാടകമാണെന്നും പറഞ്ഞു. പിന്നെ രുക്മിണി സ്വയംവരം എല്ലാവർക്കും അറിയാം, തുള്ളലാണെന്ന് പഠിച്ചിട്ടുണ്ടാവും. അതെ. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 3 അടുത്തത് ടീച്ചർ വായിച്ചോളൂ. ഊനമറ്ററിവെനക്ക് വന്തുതിക്കും വണ്ണമേ ഉഴിയേഴിലും നിറൈന്ത മറൈஞானപ്പൊരുളെ എന്ന പ്രാർത്ഥന ഏത് പ്രാചീന കാവ്യത്തിൽ നിന്ന്? ഓപ്ഷൻ 1 രാമചരിതം, 2 കണ്ണശ രാമായണം, ഓപ്ഷൻ 3 ഭാഷാ ഭഗവത്ഗീത, ഓപ്ഷൻ 4 രാമകഥാപാട്ട്. ഇതില് ശരിയായിട്ടുള്ള ഉത്തരം, ഇത് നമ്മള് ശരിക്കും പറഞ്ഞാൽ അതെ പറയേണ്ട ആവശ്യമില്ല. കാരണം ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ നമ്മള് ആദ്യം പിന്നെ സിലബസിൽ കാണുന്ന ഒന്നാണ് ഈ പറയുന്ന രാമചരിതമൊക്കെ. അപ്പൊ പഠിക്കാനുള്ള ആവേശത്തിൽ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് പഠിച്ചു പോയ ഭാഗമായിരിക്കും രാമചരിതം. ആ പഠിച്ചു പോയ ഭാഗത്തിനെ അത്രയും നന്നായിട്ട് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നവർക്ക് ഈ ഒരു ഉത്തരം വളരെ അനായാസം കിട്ടുന്നതാണ്. രാമചരിതത്തെ കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഏതാണ് ടീച്ചറെ? രാമചരിതം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ഖണ്ഡനമാണ് വിമർശനം എന്ന് പ്രഖ്യാപിച്ചത് ആര്? ഓപ്ഷൻ 1 MB പോൾ, 2 സുകുമാർ അഴീക്കോട്, 3 PK നാരായണപിള്ള, 4 കുട്ടിക്കൃഷ്ണമാരാർ. ശ്രീകാന്ത് സാർ എടുത്ത ക്ലാസ് ആണ്. അപ്പൊ അതില് കൃത്യമായിട്ടും സാറ് പറഞ്ഞിട്ടുണ്ട് ഖണ്ഡന വിമർശനത്തെ കുറിച്ചിട്ട്, സുകുമാർ അഴീക്കോടിന്റെ വിമർശന രീതികളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസ് കണ്ടവർക്ക് ഒരു സംശയവും ഇല്ലാതെ തന്നെ ഖണ്ഡനമാണ് വിമർശനം എന്ന് പറഞ്ഞത് കൃത്യമായി പ്രഖ്യാപിച്ചത് സുകുമാർ അഴീക്കോടാണെന്ന് എഴുതാൻ സാധിക്കും. അടുത്തത് പ്രസിദ്ധീകരണ വർഷം അനുസരിച്ച് നോവലുകളുടെ പൂർവോത്തര ക്രമം: നാലുകെട്ട്, വിഷകന്യക, അയൽക്കാർ, പ്രേമലേഖനം, ഉമ്മാച്ചു. ടീച്ചർ ഇത് പറയുമ്പോഴാണ് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ പരീക്ഷയ്ക്ക് ഈ രീതിയിൽ കാലം അനുസരിച്ച് ക്രമപ്പെടുത്താൻ വന്നതിന് ശേഷം പല ആൾക്കാരും പഠിക്കുമ്പോൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അവരിപ്പോ 4 കെട്ടാണ് വന്നതെന്ന് വിചാരിച്ചു അവര് MTയുടെ എല്ലാ നോവലുകളുടെ വർഷവും പഠിക്കും. പക്ഷെ പരീക്ഷയുടെ എക്സാം ഹോളിലെത്തുമ്പോൾ ഇതൊക്കെ പഠിച്ചുകൊണ്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയും ചെയ്യും. പക്ഷെ നമ്മളെ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളാണ് വർഷം വെച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. ടീച്ചർക്ക് ഓർമ്മയുണ്ടാവുമായിരിക്കും നമ്മള് പ്രീമിയം ഗ്രൂപ്പുകാർക്ക് കൊടുത്ത ക്ലാസ്സിൽ അതില് പ്രധാനപ്പെട്ട എഴുത്തുകാരെ അല്ലെ, പിന്നെ SK പൊറ്റക്കാടിനെ കുറിച്ച് പറഞ്ഞു, MTയെ കുറിച്ച് പറഞ്ഞു, പിന്നെ അതുപോലെ ബഷീറിനെ കുറിച്ച് പറഞ്ഞു, കേശവദേവിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇവരെല്ലാം കൃത്യമായിട്ട് അതാ നിങ്ങൾക്ക് ആ ചോദ്യം നോക്കിയാൽ മനസ്സിലാവും. അതിന്റെ കൃത്യമായിട്ടുള്ള വർഷവും നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ആ രീതിയിൽ തന്നെ ചോദ്യം വരികയും ചെയ്തു. അതായത് നമ്മൾ പരത്തിയിട്ട് ഒരുപാട് പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാലും പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തതയോടും കൃത്യതയോടും കൂടി നിങ്ങൾ പഠിച്ചെടുത്താൽ മതി. വാരി വലിച്ച് പഠിക്കുന്നതും എന്ത് തന്നെയാണ് നിങ്ങൾ പരാജയപ്പെടാനുള്ള ഒരു കാരണം, ഒരു ഘടകം തന്നെയാണ്. പരീക്ഷകൾ നമ്മൾ ചോദ്യത്തെ വിലയിരുത്തിക്കൊണ്ട് വേണം നിങ്ങളുടെ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. ആദ്യം ചോദ്യം പഠിച്ച് എങ്ങനെയൊക്കെയാണ് ചോദ്യം വരുന്നതെന്ന് പഠിച്ചതിന് ശേഷം ഉത്തരത്തിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മള് നേരത്തെ പറഞ്ഞ പോലെ നമ്മള് നെറ്റ് കോച്ചിങ്, ഹൃദയത്തിന്റെ നെറ്റ് കോച്ചിങ്ങില് ഫോക്കസ് ചെയ്യുന്നത് തന്നെ നെറ്റ് പരീക്ഷയുടെ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ വന്നിട്ടുള്ള രീതി അനുസരിച്ചിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ആ ഒരു പഠനത്തിലൂടെ തന്നെ ഏകദേശം സിലബസ് മൊത്തം കവർ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു സംശയവും കൂടാതെ നെറ്റിലേക്കും JRFലേക്കൊക്കെ അനായാസം നിഷ്പ്രയാസം നിങ്ങൾക്ക് എത്താനും സാധിക്കും. അപ്പോൾ ഇന്ന് തന്നെ നമ്മള് നെറ്റ് കോച്ചിങ് ഇന്നത്തെ ക്ലാസ് ഇന്ന് ആരംഭിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്ന് വൈകുന്നേരമാണ് നമ്മള് നെറ്റ് ക്ലാസ്. ഇന്ന് ജൂലൈ 6-ാം തീയതിയാണ് നെറ്റ് ക്ലാസ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പൊ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം നമുക്ക് നോക്കാം ടീച്ചറെ. ഏതാണ്? ഓപ്ഷൻ 1 അല്ലെ. അപ്പൊ ഓപ്ഷൻ 1 പറയുന്നത് പ്രേമലേഖനം, അത് കഴിഞ്ഞ് പൊറ്റക്കാടിന്റെ വിഷകന്യക, അത് കഴിഞ്ഞ് ഉറൂബിന്റെ ഉമ്മാച്ചു, പിന്നെ നാലുകെട്ട്, പിന്നെ നമ്മുടെ ഒരു കൃതിയും കൂടി ഉണ്ടല്ലോ അയൽക്കാർ. അത് നമ്മൾ പറഞ്ഞിരുന്ന ഡയറക്റ്റ് വന്നൊരു ചോദ്യമായിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ഇതില്
ഒരു ഭാഗത്ത് പരികൽപ്പനകളും മറുവശത്ത് അത് ആവിഷ്കരിച്ചവരുടെ പേരുമാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് സത്യം പറഞ്ഞാല് എല്ലാ ഭാഗവും ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പാശ്ചാത്യമൊന്നും നമ്മൾ അധികം അങ്ങോട്ട് പോയിട്ടില്ല. പക്ഷെ നമ്മൾ ആ പരിമിതി ഉള്ളത് കൊണ്ട് നമ്മൾ PYQ ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പാശ്ചാത്യ ക്വസ്റ്റ്യൻസും പൗരസ്ത്യം ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തി തലേന്നത്തെ റിവിഷനിലും എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ട ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരും. ആ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായി നോക്കണമെന്ന് പ്രീമിയം മെമ്പേഴ്സിനോട് നമ്മൾ കൃത്യമായിട്ടും പിന്നെ കൃതിയുടെ അബോധവും രാഷ്ട്രീയ അബോധവും നമ്മൾ പറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ. നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ബിയും ഡിയും ഗ്രന്ഥകാരന്റെ മരണവും ഉരകല സിദ്ധാന്തവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് രണ്ട് ആരാണെന്ന് മനസ്സിലായി. ഗ്രന്ഥകാരന്റെ മരണം റോളാങ് ബാർത്ത്, ഉരകല സിദ്ധാന്തം മാത്യു ആർണോൾഡ്. അപ്പൊ ഈ ഒരു ഗ്രന്ഥങ്ങളുടെ പേര് ഈ ഒരു പരികൽപ്പനകള് അതിന്റെ ആവിഷ്കർത്താക്കളുടെ പേര് നമുക്ക് രണ്ടെണ്ണത്തിന്റെ നമ്മൾ കൃത്യമായിട്ടും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ നിങ്ങളെ ഉത്തരത്തിലേക്ക് എത്താൻ സഹായിക്കുന്നു. ഉരകല്ല് സിദ്ധാന്തം ഒക്കെ തലേന്ന് ടീച്ചർ പറഞ്ഞ കാര്യമായിരുന്നു. പറഞ്ഞിട്ടുണ്ട്. ഉരകല്ല് സിദ്ധാന്തം അത് ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന പേരുണ്ട്. അത് ഉരകല്ല് സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നു. നികഷോബല സിദ്ധാന്തം എന്നൊക്കെ പേരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോ പരീക്ഷയ്ക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത് എന്ന് വെച്ചാൽ ആവർത്തിച്ച് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിപ്പിച്ച ആ 2 3 എണ്ണം ഉണ്ടെങ്കിൽ തന്നെ കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുന്ന തരത്തിലാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, പട്ടാള ജീവിതം പ്രമേയമാക്കിയ നോവലുകളുടെ ഗണം. ഒരുപാട് തവണ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് ഉള്ളത്. A-P, മരണം ദുർബലം, നിണമണിഞ്ഞ കാൽപ്പാടുകൾ, സ്നോ ലോട്ടസ്, വാഴ്വേമായ. അതില് നിണമണിഞ്ഞ കാൽപ്പാടുകളെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഗ്രൂപ്പിലിട്ടിരുന്നു. അപ്പൊ പട്ടാള ജീവിതം പ്രമേയമാക്കി എന്ന് പറഞ്ഞു തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ഇട്ടിരുന്നു. ജസ്റ്റ് നോവലും എഴുത്തുകാരും മാത്രമല്ല. അങ്ങനെ ആയിരുന്നു നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ചെയ്തത്. അതുപോലെ മുന്നേ ഒരു ചോദ്യപേപ്പറിൽ ഈ പട്ടാള ജീവിതം പ്രമേയമാക്കിയ കൃതികളെ കുറിച്ച് കണ്ടതുകൊണ്ട് പട്ടാള ജീവിതം പ്രമേയമല്ലാത്ത മറ്റ് പ്രമേയങ്ങൾ വരുന്ന കൃതികൾ ഏത് എന്ന തരത്തിലും നമ്മൾ ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത്രയും റെഡിയാക്കിയിട്ടാണ് നമ്മൾ ഇവരെ പരീക്ഷയ്ക്ക് അയച്ചത്. അത് തന്നെ ചോദിക്കുകയും ചെയ്തു. ഇതില് ശരിയായ ഉത്തരം ACD ആണ്. ACD പറഞ്ഞ A-B, നിണമണിഞ്ഞ കാൽപ്പാടുകൾ, സ്നോ ലോട്ടസ്. അതും എളുപ്പത്തില് നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിലെ ആ വാട്സപ്പ് ഗ്രൂപ്പിലെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ എളുപ്പത്തിൽ ഉത്തരത്തില് എത്താൻ സാധിക്കും. പ്രസിദ്ധീകരണ വർഷം അനുസരിച്ചുള്ള പൂർവോത്തരക്രമം: കേരള ചരിത്രം A. ശ്രീധര മേനോൻ, നമ്മൾ നടന്ന വഴികൾ SK വസന്തൻ, കേരളം മലയാളികളുടെ മാതൃഭൂമി EMS, കേരളത്തിന്റെ ഇന്നലകൾ KN ഗണേഷ്, കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം PK ഗോപാലകൃഷ്ണൻ. ഇതിലെ കേരളം മലയാളികളുടെ മാതൃഭൂമി യൂട്യൂബ് ചാനലിൽ തന്നെ ഒന്നിലധികം തവണ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ നടന്ന വഴികള്, കേരളത്തിലെ ഇന്നലകളും ചരിത്രം, ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. കൂടാതെ അവസാന റിവിഷൻ എനിക്ക് തോന്നുന്നു ഏതോ ഒരു മാരത്തോൺ ക്ലാസിന്റെ ഇടയില് ഇതുപോലെ കേരള ചരിത്രത്തെ കുറിച്ചുള്ള പുസ്തകങ്ങളുടെ പേരും എഴുത്തുകാരും ഏകദേശം ആ വർഷവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഓർമ്മ. അപ്പൊ അതും ഇല്ല, ഇത് നമ്മൾ പറഞ്ഞ 3 കൃതികൾ ഉണ്ടെങ്കിൽ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ശരിയായ ഉത്തരം 4 ഓപ്ഷൻ 4 CAEDB. കേരളം മലയാളികളുടെ മാതൃഭൂമി EMS ആണ്. നമ്മൾ ആ വർഷം അടക്കം എനിക്ക് തോന്നുന്നു എവിടെയോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ A കേരള ചരിത്രം, E കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം, D കേരളത്തിന്റെ ഇന്നലകൾ, B നമ്മൾ നടന്ന വഴികൾ. ഇങ്ങനെയാണ് ഉള്ളത്. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പശ്ചാത്തല വാദ്യം. ഓപ്ഷൻ 1 മൃദംഗം, 2 ചെണ്ട, 3 മിഴാവ്, 4 തപ്പ്. ഇതില് ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? മിഴാവാണ്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ചെറിയ ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ചോദ്യമായിട്ട് ഇടുകയും ഇട്ടതാണ്. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പശ്ചാത്തല വാദ്യം. ഉത്തരം മിഴാവാണ്. അടുത്ത ചോദ്യം നോക്കാം ടീച്ചറെ. വാക്കിലെ സമൂഹം, വാക്കും വാക്കിലെ നേരങ്ങൾ, വാക്കിന്റെ വഴികൾ. ഗ്രന്ഥകാരന്മാര് TB വേണുഗോപാല പണിക്കർ, EV രാമകൃഷ്ണൻ, BC ശ്രീജൻ, N അജയകുമാർ. പറഞ്ഞ 2 കാര്യങ്ങൾ അതേപോലെ വന്നിട്ടുണ്ട്. വാക്കും വന്നിട്ടുണ്ട്. അത് ആരാണ്? BC ശ്രീജനാണ്. B3 ആണ്.
B3 എന്ന് പറയുമ്പോൾ തന്നെ മൂന്നാമത്തേതാണെന്ന് ക്ലിയർ ആണ്. ഇനി കൂടാതെ ബാക്കി 3 എണ്ണത്തിൽ 2 എണ്ണം നമ്മുടെ ഗ്രൂപ്പിൽ ചോദ്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മള് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു എന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് കൃത്യമായൊരു നെറ്റ് കിട്ടുന്ന രീതിയിലേക്ക്, ഉത്തരത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടും പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വസ്തുതയാണ്. പിന്നെ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കാലയളവ് അതിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതില് പിന്നെ ആൻസർ എന്ന് പറഞ്ഞ ഏതാണ് ടീച്ചറെ? 3 ആണ്. അപ്പം പിന്നെ വാക്കിലെ സമൂഹം എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നത് ഇ.വി. രാമകൃഷ്ണനാണ്. വാക്കിലെ നേരങ്ങൾ N. അജയകുമാർ. വാക്കിന്റെ വഴികൾ T.B. വേണുഗോപാൽ പണിക്കർ. പിന്നെ മറ്റൊരു കാര്യം, നമ്മള് ജസ്റ്റ് എക്സാമിനോട് അടുത്ത് നമ്മുടെ യൂട്യൂബ് ക്ലാസ്സും നമ്മുടെ ക്വസ്റ്റ്യൻസും ഒക്കെ നോക്കുമ്പോൾ ഗ്രാമർ, ഭാഷാശാസ്ത്രം, പൗരസ്ത്യം, പാശ്ചാത്യം ഈ ഭാഗങ്ങളിൽ നിന്ന് അധികം ചോദ്യം വരാത്തതുപോലെ നമുക്ക് തോന്നി. അതുകൊണ്ട് നമ്മള് ആ പ്രീമിയം ക്ലാസ്സിൽ മാക്സിമം അവസാന ദിവസങ്ങളിലാവുമ്പോൾ പി വൈക്യൂയും പ്രീമിയം ക്ലാസ് ഡിസ്കഷനും ഒക്കെ മാക്സിമം ഈ ചോദ്യങ്ങള് ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ശരിക്കും അതേ ചോദ്യങ്ങൾ പൗരസ്ത്യത്തിന്റെ ഒക്കെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്ത കാര്യങ്ങളും വന്നിട്ടുണ്ട്. നമുക്ക് അതാ ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ നോക്കാം. അതുപോലെ ടീച്ചർ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നൊരു കാര്യം, നമ്മൾ വ്യാകരണ ഗ്രന്ഥങ്ങളെ കുറിച്ച് കാലഗണനാക്രമത്തിൽ പഠിച്ചു വെക്കണം. പ്രീമിയം ഗ്രൂപ്പുകാരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, പിന്നെ നിങ്ങൾക്ക് ഇതൊന്നും പഠിപ്പിച്ചു തരാൻ ഇപ്പൊ സമയമില്ല, പക്ഷെ കൃത്യമായിട്ടും വ്യാകരണ ഗ്രന്ഥങ്ങളുടെ കാലഗണനാക്രമം നിങ്ങൾ പഠിച്ചു വെക്കണം, അത് കൃത്യമായി നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചോദ്യമുണ്ട്. പക്ഷെ നമ്മളത് ഈ ഒരു ഡിസ്കഷനിലേക്ക് ഉൾപ്പെടുത്താതിരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത് പഠിച്ചു വെക്കണം, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മളത് ഉൾപ്പെടുത്താതിരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മണിപ്രവാള കാവ്യങ്ങളല്ലാത്തവയുടെ ഗണം: ദൂതവാക്യം, അനന്തപുര വർണ്ണനം, ചന്ദ്രോത്സവം, നളോപാഖ്യാനം, കൗണോത്തരം. അപ്പൊ ഇതില് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ 4 ആണ്. അതായത് ദൂതവാക്യവും നളോപാഖ്യാനവുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇത് രണ്ടും മണിപ്രവാള കൃതിയല്ല, പിന്നെ എന്താണ്? നമ്പ്യാൻ തമിഴ് കൃതികളാണ് ഇത് രണ്ടും എന്ന് പറയുന്നത്. അപ്പം ഏതെങ്കിലും ദൂതവാക്യം അല്ലെങ്കിൽ നളോപാഖ്യാനം അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്താം. അതുപോലെ എനിക്കൊന്ന് ടീച്ചറെ, നമ്മൾ നമ്പ്യാൻ തമിഴും മണിപ്രവാളും രണ്ടും പഠിപ്പിച്ചിരുന്നു. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ തന്നെ ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അതെ അതെ അതെ. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് പൗരസ്ത്യത്തില് വളരെ പ്രധാനപ്പെട്ട വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിൽ എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്, നമ്മള് പിന്നെ കാവ്യം, കാവ്യത്തിന്റെ കാവ്യ പ്രയോജനങ്ങള്, പിന്നെ അതുപോലെ തന്നെ പ്രതിഭയെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട വരികള്, അതുപോലെ തന്നെ പിന്നെ ഗ്രന്ഥങ്ങള്, ഇത്ര മാത്രമാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതന്നെയാണ് മിക്ക പരീക്ഷകൾക്കും വരാറുള്ളത് എന്ന് നമ്മൾ പിന്നെ അതുപോലെ നമ്മള് പിന്നെ രീതിയെ കുറിച്ചിട്ടോ ഒന്നും പറയാൻ നമ്മൾ എത്തിയിട്ടില്ല. രസസൂത്ര വ്യാഖ്യാനത്തെ കുറിച്ചൊന്നും പൗരസ്ത്യത്തിൽ നമ്മൾ എത്തിയിട്ടില്ല. 4 ക്ലാസ്സോ മറ്റാണ് നമ്മൾ ചെയ്തത്. അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരു കാര്യം, അതിൽ ആ 4 ക്ലാസ് കണ്ടവർക്ക് ഇതിന്റെ ഉത്തരം എഴുതാൻ വേണ്ടി കഴിയും. അപ്പൊ ആ ചോദ്യം ഞാനൊന്ന് വായിക്കാം. വിശിഷ്ടമായ പദരചന രീതി, രസാത്മകമായ വാക്യമാണ് കാവ്യം. ഈ നിർവചനങ്ങൾ യഥാക്രമം ആരുടേതല്ല? ഓപ്ഷൻ 1 വാമനൻ വിശ്വനാഥൻ, ഓപ്ഷൻ 2 വാമനൻ ഭാമഹൻ, ഓപ്ഷൻ 3 വാമനൻ ജഗന്നാഥൻ, ഓപ്ഷൻ 4 മമ്മട് അഭിനവഗുപ്തൻ. ഇതില് വിശിഷ്ടമായ പദരചനാ രീതി എന്നുള്ളത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ പിന്നെ രീതി സിദ്ധാന്തത്തിന്റെ വാമനന്റെ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ രസാത്മകമായ വാക്യമാണ് കാവ്യം എന്നുള്ളത് കൃത്യമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. വിശ്വനാഥനാണ്, സാഹിത്യ ദർപ്പണാണ്. കൃത്യമായിട്ട് ഞാൻ അതിൽ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, വിശ്വനാഥന്റെ വാക്കുകള് പുസ്തകം മിക്ക പരീക്ഷകളിലും ആവർത്തിച്ച് വന്നിട്ടുണ്ടെന്ന് അത്രമേൽ പറഞ്ഞിട്ടുണ്ട്. അത് മിക്കവാറും പേര് തെറ്റിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ എത്ര റിപ്പീറ്റഡ് ആയിട്ട് വന്നാലും തെറ്റിക്കുന്ന ചോദ്യം കൂടി. ഇപ്പൊ ഇതില് വിശ്വനാഥനാണ് ആ പറഞ്ഞിരിക്കുന്നത്, രസാത്മകമായ വാക്യമാണ് കാവ്യം, വാക്യം രസാത്മകം കാവ്യം എന്നുള്ളതാണ് വിശ്വനാഥന്റെ ശരിയായിട്ടുള്ള പ്രയോഗം എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു സംശയം വേണ്ട ടീച്ചറെ. നേരെ മറിച്ച് നമ്മള് വിശിഷ്ടമായ പദരചനയാണ് രീതി, വാമനൻ എന്ന് മാത്രം അറിയുന്ന ആ ഉത്തരത്തിൽ എത്താൻ പറ്റില്ല. പക്ഷെ രീതി
വാമനുമായിട്ട് കണക്റ്റഡ് ആണ്. വിശ്വനാഥൻ ഒറ്റ ഓപ്ഷനില് വരുന്നത്. അതുപോലെ ഓപ്ഷനിൽ ജഗന്നാഥൻ കൊടുത്തിട്ടുണ്ട്. ജഗന്നാഥൻ നിങ്ങൾക്ക് സംശയം വരില്ല. കാരണം എന്താണ് ജഗന്നാഥൻ കാവ്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? രമണീയാർത്ഥ പ്രതിപാദ ശബ്ദ കാവ്യം എന്നുള്ളത് രസഗംഗാധരം എന്നുള്ള കൃതിയിൽ ജഗന്നാഥ പണ്ഡിതൻ കാവ്യത്തെ നിർവഹിച്ചിരിക്കുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആകെ സംശയം വരാനുള്ളത് ഏതാണ്? വിശ്വനാഥനാണോ ജഗന്നാഥനാണോ എന്നുള്ളതാണ്. അത് രണ്ടും കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് ടീച്ചർ ഇത് പറയുകയും ചെയ്തു, മാറിപ്പോകരുത്, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണെന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 1 വാമനൻ വിശ്വനാഥൻ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇസങ്ങൾക്കപ്പുറം രൂപഭദ്രത, അത് പിന്തിരിപ്പനോ മുൻതിരിപ്പനോ, അവനെ ക്രൂശിക്കാം, ബറാബസിനെ വിട്ടുതരിക, പേനയോ തോക്കോ. നിരൂപകർ കേശവദേവ്, ഗുപ്തൻ നായർ, മുണ്ടശ്ശേരി, CJ തോമസ്. ഇതിൽ നമ്മൾ എല്ലാം പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ നമ്മൾ പറഞ്ഞവ ഇസങ്ങൾക്കപ്പുറം നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബ് ക്ലാസ്സിൽ ഉത്തരത്തിലേക്ക് എത്താൻ അത് മതി. A2 ഒറ്റ ഓപ്ഷൻ ആണ്, അത് മതി ഉത്തരത്തിലേക്ക് എത്താൻ. പക്ഷെ ബാക്കി ചില കാര്യങ്ങൾ നമ്മൾ അങ്ങിങ്ങായിട്ട് പലയിടങ്ങളിലും, പ്രത്യേകിച്ച് എനിക്കൊന്നും നമ്മുടെ ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ B3 C4 D1 അതന്നെയാണ്. ദേശീയ അവാർഡിന് അർഹമായ മലയാള സിനിമകൾ പൂർവോത്തര ക്രമം. ഓപ്ഷൻ എ നിർമാല്യം, ഓപ്ഷൻ ബി ചിദംബരം, ഓപ്ഷൻ സി പിറവി, ഓപ്ഷൻ ഡി നീലക്കുയിൽ, ഓപ്ഷൻ ഇ ചെമ്മീൻ. ഇതില് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ 3 ആണ്. ആദ്യം ഏതാണ് ടീച്ചറെ വരുന്നത്? ഡി. നീലക്കുയിൽ. നീലക്കുയിലിന് പിന്നെ നീലക്കുയിലിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇതേപോലെ തന്നെ നമ്മള് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മള് സീരിയസ് ആയിട്ട് ക്ലാസ് സിനിമയെ കുറിച്ച് കൊടുത്തിട്ടില്ല. പക്ഷെ PYQല് സിനിമയെ കുറിച്ച് ഡിസ്കസ് ചെയ്തത് മിക്കതും ഇതിലേതെങ്കിലും ഒരു ചോദ്യത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ചോദ്യമായിരുന്നു. പിന്നെ ക്ലാസ് നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ ഉത്തരം 3 ആണ്. DEABC. കാലമനുസരിച്ച് ശാസനങ്ങളുടെ പൂർവോത്തര ക്രമം. തരിസാപ്പള്ളി, പെരുന്ന, വാഴപ്പള്ളി, അവിട്ടത്തൂർ, തിരുനെല്ലി. ടീച്ചർ ക്ലാസ്സിൽ തലേന്നിട്ടുണ്ട്. അതെ, നമ്മള് കൃത്യമായിട്ടും ഈ പറയുന്ന പോലെ പ്രീമിയത്തിന്റെ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് തന്നെ കാലഗണനാക്രമത്തിൽ ഓർത്തു വെക്കണം എന്ന് പറഞ്ഞിട്ട് അതേ രീതിയിൽ കാലഗണനാക്രമത്തിൽ തന്നെയാണ് ശാസനങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇങ്ങനെ ഒരു ചോദ്യം വെച്ചിട്ട് തന്നെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തത്. അപ്പൊ ഇതില് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ശാസനം ഏതാണ്? വാഴപ്പിള്ളി ശാസനം. അപ്പൊ തന്നെ നമുക്ക് ഏകദേശം രണ്ട് ഓപ്ഷൻ കട്ടാവും. വാഴപ്പിള്ളി ശാസനം. അപ്പൊ സിയിൽ തുടങ്ങുന്നത് ഓപ്ഷൻ 1 ഓപ്ഷൻ 3 ആണ് ഉള്ളത്. രണ്ടാമത്തത് പറയുന്നത് തരിസാപ്പള്ളി ശാസനമാണ്. തരിസാപ്പള്ളി ശാസനം രണ്ടാമതായിട്ട് വരുന്ന ഓപ്ഷൻ ഏതാ ഉള്ളത് ടീച്ചറെ? ഓപ്ഷൻ 1 പറഞ്ഞിരുന്നു. പിന്നെ ഉള്ളത് അടുത്തത് അവിട്ടത്തൂർ ശാസനം. ഓപ്ഷൻ ഡി അവിട്ടത്തൂർ ശാസനമാണ്. പിന്നെ തിരുനെല്ലി ശാസനം. ഏറ്റവും അവസാനമാണ് ഏത് വരുന്നത്? പെരുന്ന ശാസനം. അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. CADEB ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും നമ്മൾ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു, നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അത് ഇപ്പോൾ ഈ ഒരു ഒരു കാലം വെച്ചിട്ട് വളരെ കുറച്ച് കാര്യങ്ങളായിരിക്കാം, പക്ഷെ അത് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏത് ചോദ്യം വന്നാലും ഉത്തരത്തിലേക്ക് എത്താവുന്ന രീതിയിൽ വളരെ വ്യക്തമാക്കി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. കാര്യങ്ങളെ, വസ്തുതകളെ വലിച്ചു വാരി നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടിട്ടില്ല. എന്നാൽ എന്താണോ നെറ്റ് ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് കൃത്യമായിട്ടും നിങ്ങളിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അഭിമാനം തന്നെയാണ്, അല്ലേ ടീച്ചറെ? നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സുലളിത പദവിന്യാസ രുചിലാലങ്കാര ശാലിനി മധുര മൃദുലാഭി ഗഹനാഭാവ സുക്തിരിവാവോ സർവശീ വിജയം എന്നുള്ളത് എന്ന് കോട്ടയത്ത് തമ്പുരാൻ വിശേഷിപ്പിക്കുന്നത് ഏത് കഥാപാത്രത്തെ? ഓപ്ഷൻ 1 ഉർവശി, ഓപ്ഷൻ 2 രംഭ, ഓപ്ഷൻ 3 മേനക, ഓപ്ഷൻ 4 പാഞ്ചാലി. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? അപ്പൊ ഈ ചോദ്യം കാണുമ്പോൾ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ്. എന്നാലും ഈ ചോദ്യം കാണുമ്പോൾ ഇത് എത്ര തവണയാണ് ഞാൻ സ്പെഷ്യൽ ക്രെഡിറ്റ് ഉള്ള ഒരു ചോദ്യം കൂടിയാണ്. അറിയില്ല, എനിക്ക് അത്രയും തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇതില് പിന്നെ കോട്ടയം തമ്പുരാന്റെ കൃതികളെ പരിചയപ്പെടുത്തുമ്പോൾ ഭഗവതം,
അതുപോലെ തന്നെ കിർമീരവധം, കല്യാണ സൗഗന്ധികം, നിവാദ കവച കാലകേവതം. ഇതിൽ വരാൻ സാധ്യതയുള്ള ഏകദേശം എല്ലാ വരികളും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഷോർട്സിൽ ചെയ്തിരുന്നു, മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കി പറഞ്ഞിരുന്നു. അതുപോലെ നമ്മൾ പ്രീമിയം ഗ്രൂപ്പിലുള്ള അവർക്ക് ലാസ്റ്റത്തെ 4 ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായിട്ട് ഈ ഒരു ചോദ്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ ഭഗവതത്തിലേതാണെങ്കിൽ കാടേ നമുക്ക് ഗതി എന്നുള്ളത്, അതുപോലെ തന്നെ ക്ഷോണീന്ദ്ര പത്നിയുടെയും തുടങ്ങുന്ന പ്രശസ്തമായ ദണ്ഡകം വരുന്നതിനെ കുറിച്ച്, ദണ്ഡകം വരുന്ന അട്ടക്കഥ ഏതാണെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ സ്ഥലജോഹം പ്രത്യക്ഷപ്പെടുന്നത് ഏതിലാണ് എന്ന് പറഞ്ഞിരുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് കൃത്യമായും അതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത ഒരു കാര്യം, ഇതെല്ലാം നിങ്ങൾ ആവർത്തിച്ച് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒഴിവാക്കരുത്. ഇത് പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് വരും, പഠിക്കണം, ആവർത്തിച്ച് പഠിക്കണം, മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഒരു ചോദ്യം തന്നെയാണ്. അതെ, അതിലൊന്ന് തന്നെ വരികയും ചെയ്തു. അപ്പൊ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് 1 ഉർവശിയാണ്. ഓപ്ഷൻ 1 ഉർവശിയാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് 64 ബ്രാഹ്മണ ഗ്രാമങ്ങളാകുന്നു മുത്തുമാലയിലെ നായകമണിയെന്ന് ഉണ്ണിച്ചിരുദേവി ചരിതത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. ചോഗിരം, പെരിഞ്ചല്ലൂർ, തിരുവല്ല, ആറന്മുള. അതില് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ചോഗിരമാണ്. അപ്പൊ ഉണ്ണി ചിരുദേവി ചരിതം, ഉണ്ണി എച്ചി ചരിതം, ഉണ്ണി ആടി ചരിതം എന്നുള്ളവയെ കുറിച്ചിട്ട് പ്രീമിയം ഗ്രൂപ്പിൽ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകളിൽ കൃത്യമായി കാലഗണനാ ക്രമത്തിൽ, അതുപോലെ തന്നെ ആവർത്തിച്ചിട്ട് വരുന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ഓരോന്നും നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ചോദ്യം ഗ്രാമത്തെ കുറിച്ചുള്ള വർണ്ണനയൊക്കെ നമ്മൾ ചോദ്യമായിട്ട് ക്ലാസ്സിൽ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും നിങ്ങൾക്ക് ഈ ഉത്തരത്തിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ചോഗിരം. അപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് ഇന്നത്തെ ഈ ചോദ്യങ്ങള് ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ അവസാനിപ്പിക്കാം. ഇത് അവസാനിപ്പിക്കുന്നത് ഞങ്ങൾ പഠിപ്പിച്ച ചോദ്യങ്ങൾ ഉത്തരങ്ങൾ തീർന്നു പോയത് കൊണ്ടല്ല, കാരണം ഒരുപാടുണ്ട്, സൈറ്റ് ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ചോദ്യങ്ങളും അതിന്റെ ഡിസ്കഷനിൽ ഇന്നത്തെ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇന്ന് രാവിലെ ചോദ്യങ്ങൾ വന്നതേ ഉള്ളൂ. എന്നാലും ഓർമ്മയിലുള്ള 1-2 കൂടി നമുക്കൊന്ന് പറയാം. കുറുമൂർപ്പള്ളി നമ്മൾ പ്രീമിയം ക്ലാസ്സിൽ ഇട്ടു. അതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഹൃദയത്തിന്റെ വീഡിയോ. പിന്നെ നമ്മുടെ ആ ജയരാജിന്റെ സിനിമയെ കുറിച്ചുള്ള വീരം സിനിമയെ കുറിച്ചുള്ള ഒരു ചോദ്യം അത് നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിൽ, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ട ഒരു ചോദ്യമായിരുന്നു. പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്ത മഹാകാവ്യങ്ങളിൽ ചോദ്യം വന്നു. അതേപോലെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ തന്നെ ഇപ്രാവശ്യം തന്നെ ഒരു ചോദ്യം വന്നിരുന്നു, കുമാരനാശാന്റെ കൃതികളെ കുറിച്ചുള്ള ചോദ്യം. അതെ, അപ്പൊ അതിന് കൂടി ചേർത്ത് പറയാനുള്ളത്, ഇപ്പം മഹാകാവ്യത്തിന്റെ എല്ലാം വരുമ്പോ പിന്നെ നമ്മൾ ഹൃദയത്തിന്റെ ചാനലിൽ യൂട്യൂബിൽ വീഡിയോ ഉണ്ട്. എന്നാലും പ്രീമിയം ഗ്രൂപ്പുകാരോട് നമ്മൾ ക്ലാസ്സിലുള്ള കുട്ടികളോട് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ നിങ്ങൾ എന്തായാലും ഈ മഹാകാവ്യത്തെ കുറിച്ചിട്ട് പഠിക്കണം. അതൊക്കെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷെ ആ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. എന്നാലും പറഞ്ഞു, ഒന്നെങ്കിൽ നിങ്ങൾ യൂട്യൂബ് വീഡിയോ കാണുക, അല്ലെങ്കിൽ കൃത്യമായി കാലഗണനാ ക്രമത്തിൽ എഴുതി വെച്ച് പഠിക്കുക. ആരാണ് പിന്നെ അത് യൂട്യൂബ് ക്ലാസ്സിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം, നമ്മളെ കുട്ടികളോട് ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്, മഹാകാവ്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ വർഷം, അത് എഴുതിയത് ആര്, അതിന്റെ വിഷയം, ആ ഒരു മഹാകാവ്യം ഉൾക്കൊള്ളുന്ന വിഷയം എന്ത്, ഇത് 3ഉം കൃത്യമായി പഠിച്ചിട്ട് പോയാൽ ആ ഭാഗത്ത് നിന്ന് ഏത് ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ ചേരുംപടി ചേർക്കാനാണ് കൃത്യമായിട്ട് ആ ചോദ്യം വന്നിരുന്നത്. അതുപോലെ തന്നെ തിരുനുഴൽമാലയെ കുറിച്ചാണെങ്കിലും HSA പിന്നെ സീരീസിലാണ് ശരിക്കും ആ ചോദ്യം വന്നത്. പിന്നെ അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു അത് HSAക്ക് വന്ന ചോദ്യമാണ്, ഇനിയും ഇത് നിങ്ങൾക്ക് ആവർത്തിക്കാം. അപ്പം പിന്നെ അതുപോലെ കേരള സംസ്കാരത്തിൽ നിന്ന് വന്ന ആ കേരളീയരുടെ സംഭവങ്ങളെ ക്രോഡീകരിക്കാൻ, അതൊക്കെ എനിക്കൊന്ന് തലേന്ന്, അതായത് ആ പ്രീമിയം ഗ്രൂപ്പുകാർക്കുള്ള ആ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് ഞങ്ങളെ ഗ്രൂപ്പിലേക്ക് ചേർന്ന പ്രീമിയം മെമ്പേഴ്സിനൊക്കെ മാക്സിമം അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ടും അത്രയും സന്തോഷത്തോട് കൂടിയിട്ടും ഞങ്ങളെ കുട്ടികൾക്ക് ഇനിയും പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു ആവേശത്തിൽ ലാസ്റ്റ് ക്ലാസ്സിൽ ഓർമ്മയുണ്ടാവും, നമ്മള് ടൈം കൂട്ടിയിട്ടിട്ട് അവർക്ക് പിന്നെയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ടും പറയാനുള്ള കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നമ്മള് മാറ്റി നിർത്തിയിരുന്നു. അതൊക്കെ അവരോട് വീണ്ടും ആവർത്തിച്ച് പഠിക്കാനും പറഞ്ഞിട്ടുണ്ട്. നമ്മളെ പ്രീമിയം ഗ്രൂപ്പിൽ ചേർന്നവർക്കൊക്കെ ഞങ്ങൾ ഈ പറയുന്നത് എത്രത്തോളം സത്യമാണെന്ന് അവർക്ക് കൃത്യമായിട്ട് ധാരണയുണ്ടാവും. അപ്പൊ അവര് അങ്ങനെയുള്ള കുറെ ആൾക്കാർ നമ്മളോട് കൃത്യമായി വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. മറ്റൊരു കാര്യം, നമ്മളിപ്പോ പറഞ്ഞത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ആദ്യമായിട്ട് വരുന്ന ചോദ്യങ്ങൾ കൂടി
നമ്മളെ ഗ്രൂപ്പിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത്രയും വൈഡായിട്ട് കവർ ചെയ്യുന്നോണ്ടാണ് അങ്ങനെ പുതിയ ചോദ്യങ്ങൾ പോലും നമ്മുടെ ഗ്രൂപ്പിൽ ചേർന്നവർക്ക് കിട്ടിയത്. അപ്പോൾ നമ്മള് ശരിക്കും പറഞ്ഞാൽ പ്രീവിയസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് തോന്നരുത്. കാരണം ഇപ്രാവശ്യം ആദ്യമായിട്ട് ചോദിച്ച പല ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഫോക്കസ് ഏരിയ വെച്ച് വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയ ചോദ്യങ്ങളടക്കം നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ക്ലാസ്സുകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജയരാജുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അതിന് ഉദാഹരണങ്ങളാണ്. അപ്പോ നമുക്ക് പറയാനുള്ളത്, ഇന്ന് നമ്മൾ നെറ്റ് ക്ലാസ് ആരംഭിക്കുകയാണ്. ഡിസംബർ നെറ്റിന് വേണ്ടിയുള്ള ഓൺലൈൻ കോച്ചിങ്, ഗൂഗിൾ മീറ്റ് വഴിയുള്ള ഓൺലൈൻ കോച്ചിങ് ആരംഭിക്കുകയാണ്. റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഒരിക്കലും നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ്സസ് ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കില്ല. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ കിട്ടുന്ന പല സൗകര്യങ്ങളും പല ബെനിഫിറ്റ്സും നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് കാണുമ്പോൾ കിട്ടണമെന്നില്ല. അപ്പൊ ഇന്ന് ജൂലൈ 6 ഇന്ന് തന്നെയാണ് ഹൃദ്യത്തിന്റെ നെറ്റ് കോച്ചിങ് ആരംഭിക്കുന്നത്. അപ്പൊ നിങ്ങൾ സംശയിച്ച് നിൽക്കാതെ, ചിലപ്പം പിന്നെ 1-2 മാർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നു കഴിഞ്ഞാൽ കിട്ടുമോ ഇല്ല അങ്ങനെയൊക്കെ വിചാരിച്ച് നിൽക്കുന്നവരുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഹൃദ്യത്തിന്റെ പിന്നെ നെറ്റ് കോച്ചിങ്ങിലേക്ക് നിങ്ങൾക്ക് ചേരാം. പിന്നെ എപ്പോഴും നിങ്ങൾ പഠിച്ചു പോകുന്ന ആ ഒരു രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, പരീക്ഷ എന്താണോ നിങ്ങളുടെ അറിവിനെ അളക്കുന്നത്, അതിനനുസരിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു പിന്നെ ഒരു ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി കിട്ടുന്നത്. വെറും ക്ലാസ്സുകൾ മാത്രമായിരിക്കില്ല. കൂടാതെ നിങ്ങളുടെ ഓർമ്മകളെ പുതുക്കാനും, അതേപോലെ തന്നെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ നിങ്ങൾ പിന്നെ അറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കും എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടൊരു ധാരണ നിങ്ങളിലേക്ക് എത്തിക്കാനും, നെറ്റിന് വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് നെറ്റ് ചിലപ്പം ജസ്റ്റ് ഇങ്ങനെ കിട്ടിയവർക്കും JRFന് വേണ്ടിയിട്ട്, JRFിലേക്ക് എത്താൻ വേണ്ടിയിട്ടും വളരെ ആത്മാർത്ഥമായി തന്നെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും തയ്യാറാകും. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ കൃത്യമായും ഹൃദ്യത്തിൻ്റെ വാട്സപ്പ് നമ്പർ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പം നിങ്ങൾ അതിലേക്ക് പിന്നെ മെസ്സേജ് അയക്കുക. ഹൃദ്യത്തിൻ്റെ ഈ ഒരു നെറ്റ് കോച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് പറ്റുമെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ കയറാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഒരു തുടക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് അത്ര ഒരു ഫ്ലോ കിട്ടണമെന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ചേരാനും കൃത്യമായി തന്നെ അതിനൊരു ഐഡിയ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് 30% ഓഫറോട് കൂടി തന്നെ ഹൃദ്യത്തിൻ്റെ നെറ്റ് കോച്ചിങ്ങിന് ചേരാം. അപ്പം ഇനിയിപ്പോൾ അങ്ങോട്ട് ദൂരം അല്ലെങ്കിൽ ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഈ ഓഫറോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോച്ചിങ്ങിന് ചേരാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തേക്ക് നിങ്ങൾക്കുള്ള വളരെ സുവർണമായിട്ടുള്ള ഒരു ഓഫറാണുള്ളത്. 30% ഓഫറോട് കൂടി നെറ്റ് കോച്ചിങ്ങിന് നിങ്ങൾക്ക് ചേരാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ മിസ്സാക്കാതെ തന്നെ നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുക എന്ന്. ചില ആൾക്കാർ നമ്മളോട് സെറ്റ് കോച്ചിങ്ങിനെ കുറിച്ചും ചോദിച്ചിരുന്നു. ഇപ്പൊ സെറ്റ് ആയാലും നെറ്റ് ആയാലും ഏകദേശം ഒരേ ചോദ്യങ്ങൾ തന്നെയാണ് വരുന്നത്. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. നമ്മൾ സെറ്റിന്റെ ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കഷൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി വ്യത്യാസമാണ്. സെറ്റിൽ വളരെ ഡയറക്റ്റ് ആയിട്ടാണ് ചോദ്യം ചോദിക്കുക. നെറ്റിലാവുമ്പം അതേ കാര്യം ഒന്ന് ട്വിസ്റ്റഡ് ആയിട്ട് അപ്ലിക്കേഷൻ ലെവലിലായിരിക്കും വരിക. അപ്പൊ എങ്ങനെയുള്ള എക്സാം ആയാലും നമ്മൾ നെറ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കുന്നത്. അപ്പൊ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ സെറ്റും കിട്ടാൻ സാധിക്കും. അപ്പൊ സെറ്റിന് താല്പര്യമുള്ളവർക്കും നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. മറ്റൊരു പ്രധാന കാര്യം, എക്സാം കഴിഞ്ഞ് ഒരുപാട് നല്ല കമന്റ്സ്, നമ്മളെ താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിളിച്ചിരുന്നു, മെസ്സേജ് അയച്ചിരുന്നു, കമന്റ് അയച്ചിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവരോടും നമുക്ക് താങ്ക്സ് പറയാനുണ്ട്. ഇനിയും നിങ്ങൾ മുന്നോട്ട് യാത്ര തുടരുക. നിങ്ങളുടെ ആ ഒരു സ്നേഹവും ആ ഒരു സപ്പോർട്ടും തന്നെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തീരുന്നില്ല. നമ്മൾ ചർച്ച ചെയ്ത, നിങ്ങളെ പഠിപ്പിച്ച ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഇനിയും ഒരുപാട് വിശദീകരണങ്ങൾ നിങ്ങൾക്ക് തരാനുണ്ട്. അപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക്
അവസാനിപ്പിക്കാല്ലേ ടീച്ചറെ? ബാക്കി ചോദ്യങ്ങൾ നമ്മൾ വഴിയെ വരുന്ന ക്ലാസ്സുകളിൽ, പിന്നെ ഈ ചോദ്യങ്ങൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പിന്നെ അറിയിക്കുക. അതുകൂടാതെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു, ഇന്ന് ജൂലൈ 6 ആരംഭിക്കുന്ന നെറ്റ് കോച്ചിങ്ങിന് ചേരാൻ താല്പര്യമുള്ളവരെ ആ ക്ലാസ്സിലേക്ക് ചേരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുക. അതുകൂടാതെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ടീച്ചറെ, നമുക്ക് നമ്മുടെ പ്രീമിയം ഗ്രൂപ്പ് സൗജന്യമായിരിക്കും. നെറ്റ് കോച്ചിങ്ങിന് ചേർന്നവർക്ക് നമ്മുടെ പ്രീമിയം ഗ്രൂപ്പ് സൗജന്യമായിട്ട് നൽകും. പിന്നെ നമ്മുടെ പേഴ്സണൽ മെന്റർ സപ്പോർട്ടൊക്കെ ഉണ്ടാവും. ഒരുപാട് സാധ്യതകൾ ഉണ്ടാവും. നിങ്ങൾ നമ്മള് നെറ്റിലേക്ക് എത്തിക്കുന്നതായിരിക്കും, അത് ഉറപ്പാണ്. JRFലേക്ക് അല്ലെങ്കിൽ നെറ്റിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഏറ്റവും നന്നായി തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയട്ടെ. മനോഹരമായിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കട്ടെ. എല്ലാവിധ ആശംസകളും. നന്ദി.